ആരാടാ തന്റെ അച്ചു? കുറെ നാളെ താ ഇങ്ങനെ അച്ചു അച്ചു വിളിച്ച് നടക്കണോ? ഒന്ന് നിർത്തോടോ. ഞാന് താൻ അങ്ങനെ കുറെ നാളല്ല എന്റെ പിന്നാലെ നടക്കണു. തന്റെ പ്രശ്നം എന്താ? തനിക്ക് എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട അച്ചു. അല്ല ബ്രോ, നീ ഹാപ്പി ആയി കണ്ടാ മതി. ഞാനിപ്പോ ഭയങ്കര ഹാപ്പിയാടോ. 5 വർഷം സ്നേഹിച്ച പെണ്ണ് ഇപ്പൊ ബ്രേക്കപ്പ് ആക്കി പോയിട്ടുള്ളൂ. സ്നേഹത്തിനൊരു വിലയില്ല, എനിക്ക് മനസ്സിലായി. ബ്രോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ബ്രോന് വിഷമത്തിലിരിക്കണമെന്ന് തോന്നണവും വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിണ്ടാവും. അതുകൊണ്ടാവും ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവുക. ബ്രോ ഒന്നുകൂടി വിളിച്ചു നോക്ക്, ഒന്ന് ഫോൺ വിളിച്ചു. ഹലോ അമ്മു, എന്നെ തീരെ അവള് ചെറുതാക്കി കളഞ്ഞേട്ടാ. അവൾക്ക് എന്റെ ക്യാൻസർ ആന്നൊക്കെയാ പറയണേ. ഇത് സ്റ്റാർട്ടിങ് ആണെന്നോ? സ്നേഹിച്ച പെണ്ണല്ലേട്ടാ, നമുക്ക് എങ്ങനെ അവളൊരു ബാധ്യതാവുക? പൊട്ടിപ്പെണ്ണ് ഭയങ്കര വിഷമത്തിൽ എന്നോട് സംസാരിച്ചത്. കറക്റ്റ് നേരത്തെ നിങ്ങള് വന്നേ, അല്ലെങ്കിൽ അവളെ തെറി വിളിച്ച് ഞാനിവിടെ എവിടെയെങ്കിലും ഫിറ്റായിട്ട് കിടന്നേനെ. ഞാൻ പോയിട്ട് വരാം, നമുക്ക് കാണാം. എന്നാലും ബ്രോ, എനിക്കിതൊരു മനസ്സിലാവണില്ലേ? നമ്മൾ എന്താ കണക്ഷൻ? നീ എനിക്കൊരു ലിഫ്റ്റ് തന്നത് ഓർമ്മയില്ല? നീ കറക്റ്റ് സമയത്താ എനിക്ക് അന്ന് ലിഫ്റ്റ് തന്നത്. അല്ലെങ്കിൽ അവസാനമായിട്ട് എന്റെ അനിയനോടും സംസാരിക്കാൻ എനിക്ക് പറ്റിയായിരുന്നു. അവ എന്നോട് പറയാണേ, നീ ഏട്ടന്റെ ഒപ്പം തല്ലൂടെ അച്ഛണ്ടാവില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ അവരെ കളിയാക്കും, വേർപ്പിക്കും, തല്ലൂടും. പക്ഷെ തിരിച്ച് സ്നേഹിക്കാനുള്ള സമയം പോലും എനിക്ക് തന്നില്ല. ഞാൻ ഓക്കെയാണ് ബ്രോ. ബ്രോ പോയിട്ട് വായോ, എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും, നമുക്ക് നോക്കാന്നേ. പേടിക്കൊന്നും വേണ്ട. അവൾക്ക് കുഴപ്പമൊന്നുമില്ല ബ്രോ, ഞാൻ കൂടിണ്ട്, നമുക്ക് കാണാം. പിന്നെ നേരത്തെ വിളിച്ചേർന്ന പോലെ അച്ഛൻ തന്നെ വിളിച്ചാ മതിട്ടാ. നമുക്ക് കാണാം. ഹെൽമെറ്റ് ഇട്ടിട്ട് പോടാ.